പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടി വീണ്ടും കർത്താവ് നൽകിയല്ലോ. ഓരോ ദിവസവും തരുന്നത് നിത്യതയുടെ ഒരുക്കത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഈ ചെറിയൊരു ആയുസ് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനാണെന്ന് എത്ര പേർക്കറിയാം. അതൊന്ന് അറിഞ്ഞ് അതനുസരിച്ച് നമ്മുടെ സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയെങ്കിൽ നമ്മൾ ദൈവദൃഷ്ടിയിൽ എത്രയോ ബുദ്ധിമാന്മാരായി മാറിയേനെ. അത് നമുക്ക് നിത്യതയ്ക്ക് വേണ്ടി എത്രമാത്രം പ്രയോജനമായി തീർന്നേനെ. ദൈവവചന കേൾവി നിശ്ചയമായും നമ്മുടെ സകല ഗുരുക്കന്മാരെക്കാളും ജ്ഞാനിയാക്കി മാറ്റും. അത് ദൈവവചനം പറയുന്നതും പഠിപ്പിക്കുന്നതുമായ കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് ഈ നല്ല ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയം രാവിലെ 5:50. അപ്പോൾ വളരെ അനുഗ്രഹീതമായ ആലോചനകളാണ് നമ്മൾ ദൈവവചനത്തിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നേരുള്ളവർക്ക് ദൈവവചനം നല്ലതാണെന്നാണ്. ദൈവവചനത്തിലൂടെ വേണം നമ്മളെല്ലാ കാര്യങ്ങളും പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും. അങ്ങനെയുണ്ടെങ്കിൽ നിത്യതയിൽ അവർ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഷയം ചുംബനം എന്നുള്ള കാര്യമാണ്. ചുംബനം നമുക്കറിയാം, ദൈവവചനത്തിൽ അനേക നിലകളിലുള്ള ചുംബനം കാണാൻ കഴിയും. അങ്ങനെയുണ്ടോ? നമ്മൾ പൊതുവെ ധരിച്ചിരിക്കുന്ന രീതിയിൽ മാത്രമല്ല, വിവിധ നിലകളിലുള്ള ചുംബനത്തെക്കുറിച്ച് തിരുവചനം വളരെ വ്യക്തമായും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചുംബനം എങ്ങനെയുള്ള ചുംബനമാണ്? വാസ്തവത്തിൽ പ്രായോഗിക തലത്തിലും അനേകർ ചുംബിക്കുമ്പോൾ ആ ചുംബനത്തിൻ്റെ പിന്നിലുള്ള അതിൻ്റെ അർത്ഥം അത് നമ്മൾ ഒന്ന് ഗ്രഹിക്കുന്നത് വളരെ നല്ലതാണ്. ദൈവമക്കളോടുള്ള ബന്ധത്തിൽ നമ്മൾ ചെയ്യുന്ന ചുംബനം അത് വിശുദ്ധ ചുംബനമായിരിക്കണം. അപ്പം തിരുവഴുത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ചില ചുംബനങ്ങളെക്കുറിച്ച് അല്പമായിട്ടൊന്ന് എടുത്ത് നിങ്ങൾക്ക് കാണിക്കാം ഇന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്ന് സഭകളിലെല്ലാം അന്യം വന്നു പോയ ഒരു കാര്യമല്ലേ ഈ ചുംബനം എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. അപ്പം മിക്കവാറും ലേഖനങ്ങളൊക്കെ എഴുതി സമാപിപ്പിക്കുന്ന സമയത്ത് പൗലോസ്ലീഹ കൂട്ടു സഹോദരങ്ങളോട് പറയുന്ന, അല്ലെങ്കിൽ ആ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ ആ സഭയോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്നേഹചുംബനം എന്നുള്ളത്. ഞാനത് ഒന്നാമത്തെ കാര്യം അത് സ്നേഹചുംബനം അല്ലോട്ടോ, വിശുദ്ധ ചുംബനം. ആ ചുംബനത്തിൻ്റെ പേര് തന്നെ വിശുദ്ധ ചുംബനം എന്നാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3-4 വാക്യം വായിച്ച് അതിനോടുള്ള ബന്ധത്തിൽ കേൾപ്പിക്കാം. ഒന്നാമത് റോമാലേഖനം അതിൻ്റെ 16-ാം അധ്യായം 16-ാം വാക്യമാണ്. റോമൻസ് ചാപ്റ്റർ 16:16. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവേൻ, ക്രിസ്തുവിൻ്റെ സകല സഭകളും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവേൻ. അപ്പോൾ വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവേൻ. നമ്മൾ 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ സകല സഹോദരന്മാരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു, വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം ചെയ്യുവിൻ. 1 കൊരിന്ത്യർ ചാപ്റ്റർ 16:20. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം ചെയ്യുവിൻ എന്നാണ്. നമ്മൾ 2 കൊരിന്ത്യർ അതിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 13:12. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ. അപ്പോൾ ഇവിടെയും വായിക്കുന്നത് വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ എന്നാണ്. നമ്മൾ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും അവിടെയും വായിക്കുന്നത് സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവിൻ, വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവിൻ. ഇതെല്ലാം പൗലോസ്ലീഹ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി പത്രോസ്ലീഹ പറഞ്ഞ ഒരു വാക്യം കൂടെ ഞാൻ ഈ വിഷയത്തിൽ ഒന്ന് പറഞ്ഞോട്ടെ.
1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, 5:14, സ്നേഹ ചുംബനത്താൽ തമ്മിൽ വന്ദനം ചെയ്യുവിൻ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്നേഹ ചുംബനത്താൽ അന്യോന്യം വന്ദനം ചെയ്യുവിൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ആദിമസഭയിൽ വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആദിമസഭയിൽ വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇത് യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തിൽ നിന്നും ഉളവാകുന്നൊരു കാര്യമാണ്. അങ്ങനെ ഇന്ന് പരസ്പരമുള്ള സ്നേഹബന്ധത്തിൽ പോലും അയോ വന്നതുകൊണ്ട് പരസ്പരം അങ്ങനെയുള്ള ആ വിശുദ്ധ ചുംബനം അല്ലെങ്കിൽ സ്നേഹ ചുംബനം അത് പരസ്പരം നൽകാനായിട്ട് ജനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു വലിയ കുറവ് നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? അപ്പോൾ നമ്മൾ പരിശോധിക്കണം. ഇന്ന് നമ്മൾ കൂടിവരവുകളിൽ നമുക്ക് പരസ്പരം ഇപ്പോൾ കൊറോണ സമയത്തൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലച്ചതിന് ശേഷം പിന്നെ പലയിടത്തും വീണ്ടും വിശുദ്ധ ചുംബനം ഇല്ലാത്തൊരനുഭവത്തിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കണം, ദൈവവചനം നമ്മളോട് അനുശാസിക്കുന്നൊരു കാര്യമാണ്, നമ്മൾ പരസ്പരം കാണുമ്പോൾ വിശുദ്ധ ചുംബനം കൊടുക്കണം. അത് വളരെ വിലപ്പെട്ട കാര്യമാണ്. രണ്ടാമത് നമുക്ക് ഒരു ചുംബനം കാണാൻ കഴിയുന്നത് അത് ഒരപ്പൻ മകന് കൊടുക്കുന്ന വാത്സല്യ ചുംബനമാണ്. അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ജെനിസിസ് ചാപ്റ്റർ 27 വേഴ്സ് 27. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അവൻ അടുത്ത് ചെന്ന് അവനെ ചുംബിച്ചു, അവൻ അവൻ്റെ വസ്ത്രങ്ങളുടെ വാസന മണത്ത് അവനെ അനുഗ്രഹിച്ച് പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു പിതാവിൻ്റെ വാത്സല്യ ചുംബനമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ യാക്കോബ് വേഷം മാറി വന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന അവസ്ഥയാണ് നമുക്കറിയാം. എങ്കിലും ഇവിടെ പിതാവായ ഇസഹാക്ക് തന്നെ ചുംബിക്കുന്നത് ഒരു പിതാവിനുള്ള മകനോടുള്ള വാത്സല്യ ചുംബനമാണ്. അതിനെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ ഈ ചുംബനത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയാവുന്ന ഒരു പേര് വാത്സല്യ ചുംബനം എന്നുള്ളതാണ്. വാത്സല്യ ചുംബനം. ഓക്കെ. ഇനി മൂന്നാമത് നമുക്ക് ഒരു ചുംബനം കാണാൻ കഴിയും. ഉൽപ്പത്തിയിൽ തന്നെ അതിൻ്റെ 45-ാം അധ്യായം 15-ാം വാക്യം. ഉൽപ്പത്തി 45:15. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ചുംബനം ഇങ്ങനെയാണ്: അവൻ സഹോദരന്മാരെ ഒക്കെയും ചുംബിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇവിടെ നമ്മൾ ജോസഫ് സഹോദരന്മാരെ എല്ലാം എന്ത് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവൻ സഹോദരന്മാരെ ഒക്കെയും ചുംബിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഓ, ഹൃദയംഗമായ. അപ്പം ഇത് വളരെ നിഷ്കളങ്കമായ ചുംബനമാണ്. കാരണം സഹോദരന്മാരെ കെട്ടിപ്പിടിച്ച് കരയുക. നമ്മളൊന്ന് ചിന്തിക്കുക, ഈ സഹോദരന്മാർ ജോസഫിനോട് വളരെ മോശമായിട്ട് അനേക കാര്യങ്ങൾ പെരുമാറിയതാണ്. ജോസഫിനെ പൊട്ടക്കണക്കിലിട്ടു, ജോസഫിനെ ഇസ്മാലിയർക്ക് വിറ്റ് കളഞ്ഞു, അടിമയായി വിറ്റു. അതുകൊണ്ട് ജോസഫിന് പോത്തിഫറിൻ്റെ ഭവനത്തിൽ പോകേണ്ടി വന്നു. അവിടെ ഒരു അടിമച്ചെറുക്കനായി വേല ചെയ്തു. അവിടെ ഉണ്ടായ പരീക്ഷയുടെ ഫലമായി ജയിലിൽ പോകേണ്ടി വന്നു. അവിടെ ഒരു അടിമയായി കിടക്കേണ്ടി വന്നു. എന്നാൽ ദൈവം തൻ്റെ ഭക്തനെ ഉയർത്തി. അടിമച്ചെറുക്കനായ ആ തടവുകാരൻ ഒറ്റ ദിവസം കൊണ്ട് മിസ്രൈമിൻ്റെ പ്രധാനമന്ത്രിയായി ഉന്നതമായ ഫറവോ കഴിഞ്ഞാൽ അടുത്ത പദവിയിലേക്ക് ജോസഫിനെ ദൈവം ഉയർത്തി. എന്നാൽ ഇവിടെ സഹോദരന്മാർ അവിടെ ആഹാരം കൈക്കൊള്ളുവാൻ വന്നപ്പോൾ അവരെ ജോസഫ് തിരിച്ചറിഞ്ഞു. അവർക്ക് തന്നെ വെളിപ്പെടുത്തി. ഇതാ ഇവിടെ അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരയുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പറയാൻ കഴിയുന്ന ചുംബനം അത് നിഷ്കളങ്ക ചുംബനമാണ്. നിഷ്കളങ്കമായ ചുംബനം എത്ര വിലപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ നാലാമതായിട്ട് കാണുന്ന ഒരു ചുംബനം നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യത്തിൽ കാണുന്ന ഒരു ചുംബനമാണ്. ഇവിടെ നമുക്കറിയാം, യേശുക്രിസ്തു പരീശനായ ശിമോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് വേണ്ടി വിളിക്കപ്പെട്ട് അവിടെ ചെന്നിരിക്കുമ്പോൾ ഒരു പാപിനിയായ സ്ത്രീ അവിടെ വരുന്നു. ഞാൻ 37 മുതൽ വായിക്കാം. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ
അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെങ്കൽ പരിമള തൈലം കൊണ്ടുവന്ന് പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു. കാൽ ചുംബിച്ച് തൈലം പൂശി. കാൽ ചുംബിച്ചു. നോക്കുക, ഇവിടെ പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ കാൽക്കൽ ചുംബിച്ചു. അത് കർത്താവിനോടുള്ള എന്ന് പറഞ്ഞാൽ ഇത് എല്ലാത്തിൻ്റെ ചുംബനമാണ്, പശ്ചാത്താപത്തിൻ്റെ ചുംബനം. ആ പാപിനിയായ സ്ത്രീക്കുണ്ടായ ആ മാനസാന്തരത്തിൻ്റെ, അനുതാപത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ ചുംബനമായിട്ട് നമുക്ക് ഇവിടെ ഈ ചുംബനത്തെ കാണുവാൻ കഴിയും. നോക്കണം, കാരണം അവൾ യേശുവിനെ അറിഞ്ഞു എന്നുള്ളതാണ്. ഈ കർത്താവിൻ്റെ അടുക്കൽ തനിക്ക് പാപമോചനം ലഭിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ അവൾ വന്ന് കർത്താവിൻ്റെ പാദങ്ങളെ ചുംബിക്കുക. എത്ര വിലപ്പെട്ട കാര്യമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള പശ്ചാത്താപത്തിൻ്റെ ചുംബനം, നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരോട് ക്ഷമ ചോദിക്കുമ്പോൾ ആ ക്ഷമ ചോദിക്കുന്ന അനുഭവത്തിൽ ഇങ്ങനെ ഒരു ശരിയായ മാനസാന്തരത്തിലൂടെ, യഥാർത്ഥ പശ്ചാത്താപത്തിലൂടെ, യഥാർത്ഥ അനുതാപത്തിലൂടെ നമ്മൾ മറ്റുള്ളവരെ പോയി ചുംബിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എത്ര വിലപ്പെട്ടതാ. അവരുടെ പോലും ഹൃദയം അലിയിക്കുന്നതായിരിക്കും. വളരെ വ്യക്തമായിട്ടും എനിക്ക് അറിയാവുന്ന പല സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരതയോടുകൂടെ പെരുമാറിയിട്ടുള്ള ചിലർ, അവർ ആ പെരുമാറിയ വ്യക്തികളുടെ അടുക്കൽ ചെന്ന് വളരെ കണ്ണുനീരോടെ അനുതാപത്തോടെ അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അവർ ക്ഷമ ചോദിക്കുമ്പോൾ ആ വ്യക്തികളും കരഞ്ഞ് കണ്ണുനീരോടെ ക്ഷമ കൊടുക്കുക മാത്രമല്ല, അവർ സേവിക്കുന്ന ദൈവത്തെ പിൻപറ്റുവാൻ ഇടയാക്കിയ സംഭവങ്ങൾ എനിക്കറിയാം. ചിന്തിക്കണം പ്രിയമുള്ളവരെ. നിശ്ചയമായും നമ്മൾ കൊടുക്കുന്ന ആ ചുംബനം അത് ഏത് ബേസിലാണ്, എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ ചുംബിക്കുന്നത്, അത് വളരെ ഹൃദയത്തെ തൊടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചിന്തിക്കുക, ഇവിടെ ആ പാപിനിയായ സ്ത്രീ കർത്താവിൻ്റെ കാൽക്കൽ വന്ന് കണ്ണുനീർ കൊണ്ട് കാൽ കഴുകി, താൻ തൈലം പൂശി, താൻ ആ കാലുകളെ ചുംബിച്ചു. നോക്കുക, യഥാർത്ഥ പശ്ചാത്താപത്തിൻ്റെ ചുംബനം. പ്രൈസ് ദി ലോർഡ്. വളരെ വിലപ്പെട്ട കാര്യം തന്നെയല്ലേ ദൈവമക്കളെ. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഒരു ചുംബനം ഞാൻ നിങ്ങളോട് പറയട്ടെ. അത് 2 ശമൂവേൽ 15-ാം അധ്യായം, 2 ശമൂവേൽ 15-ാം അധ്യായം, അതിൻ്റെ 2 ശമൂവേൽ 15-ാം അധ്യായം, അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങളാണ്. 2 ശമൂവേൽ ചാപ്റ്റർ 15 വേഴ്സ് 5 and 6. ഇവിടെ അബ്ശാലോം രാജാവിനെ കാണാൻ വരുന്നവരോട് ഇടപെട്ട ഒരു രീതിയാണ്. നോക്കണം, വളരെ പ്ലാൻ ചെയ്ത് മനുഷ്യനെ വശീകരിക്കുവാൻ തക്കവണ്ണം വളരെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ചുംബനമാണ്. ഇവിടെ വായിക്കുന്നത്, ആരെങ്കിലും അവനെ നമസ്കരിപ്പാൻ അടുത്ത് ചെന്നാൽ അവൻ കൈനീട്ടി അവനെ പിടിച്ച് ചുംബനം ചെയ്യും. രാജാവിൻ്റെ അടുക്കൽ ന്യായവിസ്താരത്തിന് വരുന്ന എല്ലാ ഇസ്രായേലിനോടും അബ്ശാലോം ഇവണ്ണം തന്നെ ചെയ്യും. അങ്ങനെ അബ്ശാലോം ഇസ്രായേല്യരുടെ ഹൃദയം വശീകരിച്ചു കളഞ്ഞു. നോക്കുക, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ വശീകരണ ചുംബനം അല്ലെങ്കിൽ കപട ചുംബനം എന്ന് നമുക്ക് ഇതിന് പേര് കൊടുക്കാൻ പറ്റും. വശീകരണ ചുംബനം, കപട ചുംബനം. നോക്കുക, അബ്ശാലോം മറ്റുള്ളവരെ എന്ത് ചെയ്തു? വശീകരിച്ച് കളഞ്ഞെന്ന. രാജാവിനെ കാണാൻ വരുന്നവരോടൊക്കെ ഇവൻ വളരെ സ്നേഹഭാവം നടിച്ച് അവരെയൊക്കെ ആശ്ലേഷിച്ച്, ഞാനോ മറ്റേ ആയിരുന്നു നിങ്ങളുടെ കാര്യം അങ്ങ് സാധിപ്പിച്ചു തന്നേനെ. അത് നല്ലതാണേലും തീയതാണെങ്കിലും അവരെ അവരുടെ ഉള്ളം തണുപ്പിച്ച് അവരുടെ ഹൃദയത്തെ അവൻ വശീകരിച്ചു. ചിലർക്ക് അങ്ങനെ വളരെ പാഠവുമുണ്ട്, വശീകരിച്ച് ചുംബിക്കുവാനുള്ള കഴിവ്. ഒരു ചുംബനം കൊടുക്കുമ്പോൾ ആൾക്കാർ അതിലൊന്ന് വീണു പോവുകയാണ്. നോക്കുക, ഇവിടെ അബ്ശാലോമിൻ്റെ ചുംബനം അത് ഒരു യാഥാർത്ഥ്യമായിരുന്നില്ല,
സ്നേഹത്താലായിരുന്നില്ല, അത് വശീകരണ ചുംബനമായിരുന്നു, കപട ചുംബനമായിരുന്നു. ആറാമത് നമ്മൾ കാണുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം. ലോർഡ് ജീസസ്. മർക്കോസ് 14-ാം അധ്യായം അതിൻ്റെ 44-45 വാക്യങ്ങളാണ്. 44-45 വാക്യങ്ങൾ വളരെ ഏറ്റവും എന്ന് പറയാൻ ഏറ്റവും ദൂഷ്യമായ ഒരു ചുംബനം തന്നെയാണ് ഈ ചുംബനം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ചുംബനം ആരെ അറിയോ? ഒറ്റിക്കൊടുക്കൽ ചുംബനം എന്ന് ഇതിന് പറയാം. ഒറ്റിക്കൊടുക്കൽ ചുംബനം. മർക്കോസ് 14 ചാപ്റ്റർ 44-45 ഞാനത് വായിക്കാം. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെയാകുന്നു, അവനെ പിടിച്ച് സൂക്ഷ്മതയോടെ കൊണ്ടുപോകുവിൻ എന്ന് അവർക്ക് ഒരു അടയാളം പറഞ്ഞു കൊടുത്തിരുന്നു. അവൻ വന്ന് ഉടനെ അടുത്ത് ചെന്ന് റബി എന്ന് പറഞ്ഞു അവനെ ചുംബിച്ചു. റബി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. നോക്കുക, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? മാനവ ചരിത്രത്തിലെ ഏറ്റവും ഹീനവും നന്ദികെട്ടതുമായ ചുംബനം, ഗുരുവിനെ പണത്തിനായി കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള ചുംബനം. നോക്കുക, ഏറ്റവും നോക്കുക, തൻ്റെ ഗുരുവിനെ പണത്തിന് വേണ്ടി അടയാളമായി ചുംബിച്ച് ഒറ്റിക്കൊടുക്കുന്ന ചുംബനം. നമുക്ക് ഈ ചുംബനത്തിന് കൊടുക്കാൻ കഴിയാവുന്ന പേര് ഒറ്റിക്കൊടുക്കൽ ചുംബനം. നോക്കുക, ഇങ്ങനെയും ആൾക്കാർ ഒറ്റിക്കൊടുക്കും. ശരിയല്ലേ? അനേകരോടും ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒറ്റിക്കൊടുക്കൽ ചുംബനങ്ങളാണ്. ദൈവമക്കളെ, നമ്മൾ വളരെ ഗൗരവമായി ഈ കാര്യങ്ങളെ കാണേണ്ടതാണ്. നമ്മൾ കൊടുക്കുന്ന ചുംബനങ്ങൾ യഥാർത്ഥത്തിൽ ഒറ്റിക്കൊടുക്കലിൻ്റെ ആണോ? മറ്റുള്ളവരെ നമ്മൾ വഞ്ചിക്കുകയാണോ? പല രംഗങ്ങളിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ചുംബിക്കുമ്പോൾ ഇന്നയാളാണ് എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ പുറകിൽ നിന്ന് കാണിക്കും എന്ന് പറയാൻ മറ്റുള്ളവർക്ക് തിരിച്ചറിയാനായിട്ടൊരു അടയാളം. എന്തെല്ലാം കപടതയല്ലേ ചുംബനത്തിനകത്തുള്ള ആ രീതികൾ നോക്കിയേ. ഇനി ഏഴാമത്തെ ഒരു ചുംബനം കൂടെ ഞാൻ പറയട്ടെ. അത് വളരെ വിലപ്പെട്ട ഒരു ചുംബനമാണ്. 1 ശമൂവേൽ 20-ാം അധ്യായം. 1 ശമൂവേൽ 20-ാം അധ്യായം അതിൻ്റെ 1 ശമൂവേൽ 20-ാം അധ്യായം അതിൻ്റെ 41-ാം വാക്യമാണ്. 1 ശമൂവേൽ ചാപ്റ്റർ 20 വേഴ്സ് 41. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്ന ഈ ചുംബനം ദാവീദും യോനാഥാനുമായുള്ള ചുംബനമാണ്. വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് ദാവീദും യോനാഥാനുമായിട്ടുള്ള ചുംബനം. നമുക്കറിയാം, യോനാഥാൻ്റെ പിതാവായ ശൗൽ, പിന്നെ ഒരു രീതിയിൽ പറഞ്ഞാൽ ദാവീദിൻ്റെ അമ്മായിയപ്പനാണ്. ഈ ശൗൽ ഇപ്പോൾ ദാവീദിൻ്റെ ശത്രുവായി തീർന്നിട്ട് ദാവീദിനെ കൊല്ലുവാനായിട്ട് പുറകെ കൂടിയിരിക്കുക. അപ്പോൾ യോനാഥാൻ ദാവീദിനെ വളരെ സ്നേഹിച്ചു. യോനാഥാൻ അവർ തമ്മിലുള്ള ചുംബനത്തെക്കുറിച്ചുകൂടെ പറയുന്നത് പിന്നെ 1 ശമൂവേൽ 20-ാം അധ്യായം 41-ാം വാക്യം. ബാല്യക്കാരൻ പോയ ഉടനെ ദാവീദ് തെക്ക് വശത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് 3 പ്രാവശ്യം സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവർ തമ്മിൽ ചുംബനം ചെയ്ത് കരഞ്ഞു. ദാവീദോ ഉച്ചത്തിൽ കരഞ്ഞുപോയി. നോക്കുക, ഒരു വളരെ അടുത്ത സ്നേഹിതന്മാരായിരുന്നു. അതിനെക്കുറിച്ച് അതിൻ്റെ 20-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്ന വാക്യം, ചാപ്റ്റർ 20 വേഴ്സ് 17, അവിടെ വായിക്കുന്നത് യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ സ്നേഹിക്കിയാൽ തന്നോടുള്ള സ്നേഹത്തെ ചൊല്ലി അവനെ കൊണ്ട് പിന്നെയും സത്യം ചെയ്യിച്ചു. അപ്പോൾ ഇവിടെ വായിക്കുന്നത് യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ സ്നേഹിച്ചെന്ന്. നോക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ദാവീദും യോനാഥാനുമായിട്ടുള്ള ഈ ചുംബനം
അത് വളരെ ആഴത്തിലുള്ള ഒരു കാര്യമാണ്. വളരെ ആഴത്തിലുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കണം. ഉറ്റ സ്നേഹിതന്മാർ നിഷ്കളങ്കമായ സ്നേഹചുംബനം. ഈ ചുംബനത്തിന് വിലയേറിയ മുത്തുകളെക്കാളും വിലയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക പ്രിയമുള്ളവരെ, നമ്മളുടെ ചുംബനം എപ്രകാരമുള്ള ചുംബനമാണ്. നമ്മളിവിടെ 7 നിലയിലുള്ള ചുംബനങ്ങളെക്കുറിച്ചാണ് ഇവിടെ കണ്ടത്. അപ്പോൾ ഈ ചുംബനങ്ങളെല്ലാം എങ്ങനെയുള്ള ചുംബനങ്ങളായിരുന്നു? ഒന്ന് പൗലോസ്ലീഹ പിന്നെ സഭകളോട് പറയുമ്പോൾ, നിങ്ങൾ എല്ലാവരും പരസ്പരം വിശുദ്ധ ചുംബനം ചെയ്തിട്ട് വന്ദനം ചെയ്യണമെന്ന്. വിശുദ്ധ ചുംബനം ചെയ്ത് വന്ദനം ചെയ്തു. ഇത് വിശുദ്ധന്മാർക്ക് യോഗ്യമായ നിലയിൽ നാം ചെയ്യേണ്ട, സഭയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്ന് അനേക സഭകളിലും ഇത് അറ്റുപോയി. ഇതൊക്കെ ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര നല്ലതായിരുന്നു. വീണ്ടും നമ്മൾ രണ്ടാമത് കണ്ടത് ഒരു പിതാവ് മകന് കൊടുക്കുന്ന വാത്സല്യ ചുംബനത്തെക്കുറിച്ചാണ്. അത് പിതാവിന് മകനോടുള്ള ആ വാത്സല്യത്തിൽ നിന്നുണ്ടാകുന്ന ചുംബനമാണ്. മൂന്നാമത് നമ്മൾ കണ്ടത് നിഷ്കളങ്ക ചുംബനം. യോസഫ് എന്നോട് വളരെ മോശമായി പെരുമാറിയ തൻ്റെ സഹോദരന്മാരോട് യാതൊരു കളങ്കവുമില്ലാതെ നിഷ്കളങ്കമായി അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരയുക. നോക്കുക പ്രിയമുള്ളവരെ, നാം കൊടുക്കുന്ന ചുംബനം എപ്രകാരമുള്ള ചുംബനമാണ്. നാലാമതേ നമ്മൾ കാണുന്നത് ആ പാപിനിയുടെ ചുംബനമാണ് നമ്മൾ കണ്ടത്. അത് അവളുടെ ചുംബനം എങ്ങനെയുള്ള ചുംബനമായിരുന്നു? പശ്ചാത്താപത്തിൻ്റെ ചുംബനം. നോക്കുക, കർത്താവിൽ നിന്നും ആവശ്യമ പ്രാപിക്കുവാനായിട്ടുള്ള വളരെ വാഞ്ചയിൽ അവളുടെ തെറ്റുകളെ അവൾ ദൈവസന്നിധിയിൽ സമ്മതിക്കുന്ന ആ അനുഭവത്തിൽ പശ്ചാത്തപിച്ചുകൊണ്ടുള്ള ചുംബനമായിരുന്നു. നോക്കുക, അഞ്ചാമത്തെ ചുംബനം നമ്മൾ കണ്ടത് അബ്ശാലോമിൻ്റെ ചുംബനമാണ്. വളരെ കപടത നിറഞ്ഞ ഒരു ചുംബനം. അത് വശീകരിക്കത്തക്ക നിലയിലുള്ള വശീകരണ ചുംബനമായിരുന്നു. ആറാമത് നമ്മൾ കണ്ടത് ഈ മാനവ ചരിത്രത്തിലെ ഏറ്റവും ഹീനവും ഏറ്റവും നികൃഷ്ടമായ നിലയിലുള്ള ഒറ്റിക്കൊടുക്കലിൻ്റെ ചുംബനം. നോക്കുക, എത്ര ഭയങ്കരമാണ് ഒറ്റിക്കൊടുക്കലിൻ്റെ ചുംബനം. തൻ്റെ സ്വന്തം ഗുരുവിനോടുകൂടെ 3.5 വർഷം നടന്ന ഈ ശിഷ്യൻ ഇസ്കരിയോത്ത യൂദ പണത്തിന് വേണ്ടി സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്ന ചുംബനം. ഏഴാമത് നമ്മൾ കണ്ടത് നമ്മൾ സ്നേഹചുംബനം. 2 സുഹൃത്തുക്കളുടെ പ്രാണന് തുല്യമായ സ്നേഹത്തിലുള്ള ചുംബനം. അതാണ് നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയുന്ന 7 ചുംബനങ്ങൾ. ഇന്ന് പൊതുവേ നമ്മൾ ചുംബനം കൊടുക്കാറില്ലെങ്കിലും കൈ കൊടുക്കാറുണ്ടല്ലോ. ഞാനൊരു കാര്യം ഞങ്ങളോട് പറയട്ടെ, ആ കൈ കൊടുക്കുമ്പോൾ പോലും അതിൽ ആത്മാർത്ഥതയില്ലെങ്കിൽ ആ കൈകൊടല പോലും ഒരു വഞ്ചനയാണ്. കാരണം നമുക്കറിയാം, യേഹൂവും യോനാദാവ് എന്ന് രേഖാവിൻ്റെ മകനായ യോനാദാവിനെ കുറിച്ചാവട്ടെ, നമ്മൾ 2 രാജാവ് 10-ാം അധ്യായം 2 Kings chapter 10 verse 15, 2 രാജാവ് അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ ഒരു നല്ല കാര്യം, അനുകരണീയമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ വായിക്കുന്നത് 2 രാജാവ് അതിൻ്റെ 10-ാം അധ്യായം 15-ാം വാക്യം. അവൻ അവിടെ നിന്നും പുറപ്പെട്ടപ്പോൾ തന്നെ എതിരേൽപ്പാൻ വരുന്ന രേഖാവിൻ്റെ മകനായ യോനാദാവിനെ കണ്ടു, വന്ദനം ചെയ്തു. അവനോട്, എൻ്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത് പോലെ നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് യോനാദാവ് അതെ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കൈതരിക. അവർ കൈ കൊടുത്തു. നോക്കുക, കൈ കൊടുക്കണമെങ്കിൽ എങ്ങനെയാണ് കൊടുക്കണ്ടേ? ഹൃദയത്തിൽ യഥാർത്ഥമായിരിക്കുന്ന സ്നേഹവും ഐക്യതയും ഉണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയത്തെ കാണുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കളെ നമ്മൾ പരസ്പരം കൈ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൈ കൊടുക്കാറുള്ളത്? നമ്മൾ ചിന്തിക്കണം.
നമുക്ക് ആത്മാർത്ഥതയിൽ ഹൃദയംഗമായി ഇവിടെ പിന്നെ യോനാദാബിനോട് പറയുകയാണ്, എന്താണ്, എൻ്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ യോനാദാബ് ഇവിടെ യേഹൂവിന് യോനാദാബിനോട് അത്രമാത്രം ആഴമായ സ്നേഹമുണ്ട്. ഹൃദയത്തിൽ യാതൊരു അകൽച്ചയുമില്ല. നോക്കുക, അപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധമാണ് ദൈവം തൻ്റെ മക്കളിൽ നിന്നും ആഗ്രഹിക്കുന്നുള്ള. നമ്മൾ ചെയ്യുന്ന സകല കാര്യത്തിലും അത് ആത്മാർത്ഥതയുണ്ടായിരിക്കണം, ഹൃദയംഗമമായിരിക്കണം, യാഥാർത്ഥ്യമുണ്ടായിരിക്കണം. സ്വർഗം അതാ നോക്കുന്നേ. നമ്മൾ പരസ്പരം കാണുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കുന്നതിനകത്ത് പോലും ദൈവ സ്നേഹത്തിൽ നിന്നായിരിക്കണം. അതെത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ദൈവമക്കളെ, ഇന്ന് എനിക്ക് നിങ്ങളെ പ്രത്യേകം പറഞ്ഞു ഉണർത്താനുള്ളത്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടതായ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും തിരുവചനത്തിന് അത് എത്രമാത്രം കൃത്യതയോടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ഓരോ പ്രവൃത്തിക്കും നിത്യതയിൽ പ്രതിഫലമുണ്ട്. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ഹൃദയംഗമായിട്ടൊന്ന് സ്മൈൽ ചെയ്താൽ തന്നെ അവരുടെ ഹൃദയത്തിന് തണുപ്പ് കിട്ടും. എന്നാൽ ഇത് പൊതുവെ നമ്മൾ നോക്കിയാൽ ആൾക്കാർ പരസ്പരം കാണുമ്പോൾ അവരുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ നമ്മളുടെ ഹൃദയം കത്താൻ തുടങ്ങും. കാരണം അത്ര ഒരു കഠോരമായ ക്രൂരമായ നിലയിലുള്ള നോട്ടങ്ങളും ക്രൂരമായ നിലയിലുള്ള ഇടപെടലുകളുമാണ്. എത്രയോ ദുഃഖകരമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ നോട്ടവും നമ്മുടെ ആ മുഖത്തുള്ള ഭാവവുമൊക്കെ മറ്റുള്ളവർ വളരെ അത് ശ്രദ്ധിക്കും. അത് അവർക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു, അതിലൂടെയും ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. മറ്റുള്ളവർ സ്തെഫാനോസിനെ ദുഷിച്ചപ്പോഴും നിന്ദിച്ചപ്പോഴും പരിഹസിച്ചപ്പോഴും അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ ശോഭിച്ചെന്നല്ലേ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ വായിക്കുന്നേ. അതാ ദൈവമക്കളെ, നമുക്ക് പല നിലകളിൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള അനുഭവങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം. അപ്പോഴും നമുക്ക് ആത്മാവിൻ്റെ ഫലമായ ആ യഥാർത്ഥമായ സ്നേഹത്തിൽ ഉദിക്കുന്ന സന്തോഷം ആ മുഖത്ത് കാണുവാൻ ഇടയാകണം. അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ സഭായോഗങ്ങളിലൊക്കെ കൂടി വരുമ്പോൾ അല്ല, നമ്മൾ പരസ്പരം കാണുമ്പോൾ നമ്മൾ ഹൃദയംഗമായിട്ട് ആത്മാർത്ഥതയിൽ ദൈവസ്നേഹത്തിൽ നമുക്ക് ഒരുവന് മറ്റൊരുവനെ സ്നേഹചുംബനം കൊടുത്ത് വന്ദനം ചെയ്യുവാൻ കഴിഞ്ഞാൽ അത് ദൈവഹൃദയത്തിന് പോലും സന്തോഷം വരുത്തുന്ന കാര്യമാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണം. ഈ ചെറിയൊരു ആയുസ്സിൽ എല്ലാ പ്രവൃത്തികളിലും, എല്ലാ വാക്കുകളിലും, പ്രവൃത്തിയിലും എല്ലാം നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ ഒരു ചെറിയ ചിന്ത നിങ്ങൾക്കത് അനുഗ്രഹമായി തീരട്ടെ. തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ മഹത്വവും കർത്താവിന് മാത്രം ലഭിക്കട്ടെ. ആമേൻ.